4 തല കൂടുതൽ കണ്ടാൽ നമ്മുടെ തൃശ്ശൂർ MP പിന്നെ പറയുന്നതും ചെയ്യുന്നതുമൊന്നും കാണിപ്പയ്യൂരിനെ കൊണ്ടുപോലും ഗണിച്ചെടുക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. മാധ്യമങ്ങളോട് കാണിച്ച മുഷ്ക് മുതൽ അവസാനമുണ്ടായ കള്ളവോട്ടുമെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളാണ്. ഇക്കണ്ട തൊല്ലകളൊക്കെ വിട്ട് മൂപ്പർ ഏറ്റവും ഒടുവിൽ എയിംസിനെ ചൊല്ലി നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും എയിംസ് നൽകുമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതുപ്രകാരം പല സംസ്ഥാനങ്ങൾക്കും എയിംസ് ലഭിക്കുകയുമുണ്ടായി. കേരളത്തിന്റെ ആവശ്യം ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല എന്നൊക്കെ അതിഗംഭീരമായി തള്ളിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് മൂപ്പര് പോലും അറിയാതെ ആ വെള്ളി വീണത്. സംസ്ഥാന സർക്കാർ എയിംസിന് വേണ്ടി കണ്ടെത്തിയ സ്ഥലം കോഴിക്കോട്ടെ കിനാലൂരിലാണെങ്കിലും സുരേഷ് ഗോപിക്ക് താല്പര്യം ആലപ്പുഴയോടാണത്രേ. ആലപ്പുഴ അല്ലെങ്കിൽ തൃശ്ശൂർ, ഇത് രണ്ടുമല്ലെങ്കിൽ എയിംസ് തമിഴ്നാടിന് കൊടുക്കും, അത്ര തന്നെ. തമിഴ്നാടിൻ്റെ നിലവിൽ ഒരു എയിംസ് ഉണ്ട് എന്നത് പുള്ളിക്കാരൻ അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. സാരമില്ല, വലിയ ആളല്ലേ. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനും കവിഞ്ഞൊരു വിവരം ഉണ്ടായില്ലെങ്കിലും തെറ്റൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഈ തൃശ്ശൂരിനോടും ആലപ്പുഴയോടുമൊക്കെ എന്താ ഇത്ര താല്പര്യം? ചുമ്മാ പേഴ്സണൽ താല്പര്യം എന്നൊന്നും കരുതരുത് കേട്ടോ, അതിനുമുണ്ട് തക്കതായ ന്യായം. അതാണെങ്കിലോ നമുക്കൊന്നും അറിയാത്ത കാര്യവുമാണ്. ജനസാന്ദ്രത മലപ്പുറത്താണെങ്കിലും ആലപ്പുഴ ഏറ്റവും വലിയ ജില്ലയാണ് എന്നതാണ് അതിൻ്റെ കാരണം. നമ്മൾ പൊട്ടന്മാർ. ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. എറണാകുളത്തിൻ്റെ ഭാഗമായിരുന്ന കുട്ടമ്പുഴയിലെ ചില പ്രദേശങ്ങൾ ഇടുക്കിയിലേക്ക് കൂട്ടിച്ചേർത്തതോടുകൂടിയാണ് ഇടുക്കി കേരളത്തിലെ വലിയ ജില്ലയായി മാറിയത്. അതിനു മുൻപ് പാലക്കാടിനായിരുന്നു ഈ പദവി. ആലപ്പുഴ ഏറ്റവും ചെറിയ ജില്ലയാണ്. ഇങ്ങനെയൊക്കെ വെറുതെ പഠിച്ചു. ഇനി മറ്റൊന്ന്, ജനസാന്ദ്രത കൂടുതലുള്ള ജില്ല മലപ്പുറമാണ് എന്നതാണ്. തിരുവനന്തപുരമാണ് ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല. ആലപ്പുഴയും കോഴിക്കോടും കഴിഞ്ഞ് 4ാം സ്ഥാനത്താണ് ഇക്കാര്യത്തിൽ മലപ്പുറം വരുന്നത്. എന്തടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി ഈ 2 കാര്യങ്ങൾ പറഞ്ഞത് എന്ന് ഇനിയും വ്യക്തമല്ല. അതേസമയം സുരേഷ് ഗോപിയുടെ വാദത്തിനെതിരെ കടുത്ത വിമർശനം BJPക്ക് ഉള്ളിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നത് വേറെ കാര്യം. കേരളത്തിൽ നിന്ന് BJPക്ക് ലഭിച്ച ആദ്യ ലോക്സഭാ അംഗമാണ് നടൻ സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ എല്ലാവരും അദ്ദേഹത്തെ മാറിയും തിരിഞ്ഞും കുറേ പുന്നാലിച്ചിട്ടുമുണ്ട്. എന്ന് വെച്ച് എന്നും തലവേദന മാത്രം ഉണ്ടാക്കിയ പിന്നെ എന്ത് ചെയ്യാനാ? ഏറ്റവും കോമഡി, BJPയുടെ ഉള്ളിൽ തന്നെ എയിംസ് ഒരു സംസാര വിഷയമാണ് എന്നതാണ്. സുരേഷ് ഗോപിക്ക് താല്പര്യം ആലപ്പുഴയും തൃശ്ശൂരുമാണെങ്കിൽ ഒരു കൂട്ടർക്ക് താല്പര്യം കാസർഗോഡും അടുത്ത കൂട്ടർക്ക് ഇത് കോഴിക്കോടുമാണ്. ഇനി മറ്റൊരു കൂട്ടർ എയിംസുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കേണ്ട കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒന്നും പറയാത്ത സാഹചര്യത്തിൽ എന്തിന് സുരേഷ് ഗോപി വെറുതെ വിവാദം ഉണ്ടാക്കുന്നു എന്ന ചിന്തയിലുമാണ് എന്നത് വേറെ കാര്യം. എന്തായാലും സുരേഷ് ഗോപിയുടെ ആവശ്യത്തെ ആലപ്പുഴ MP KC വേണുഗോപാൽ 2 കൈയും നീട്ടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതേസമയം എവിടെ വന്നാലും കൊള്ളാം, ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി ഒന്നുമില്ലാത്ത അവസ്ഥ ആക്കരുത് എന്നാണ് വീണ ജോർജിന്റെ അഭിപ്രായം. എന്തായാലും ഇക്കാര്യത്തിലെങ്കിലും 3 പാർട്ടികളും കൂടി ഒത്തൊരുമിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം.